ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിത്യസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ റൈസ് സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കറുവാപ്പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഏലക്കായ, നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചേർക്കുന്ന ആ ഒരു മസാല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോഴാണല്ലോ നമ്മളുടെ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി ഓൾറെഡി 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് റിൻസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ റൈസ് ഇവിടെ ഒരു 80% കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ റിൻസ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ റൈസ് മാറ്റി വയ്ക്കാം. കാരണം നമ്മളിത് ദം ചെയ്യുമ്പോൾ ബാക്കി കൂടി കുക്കായിക്കോളും. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് റിൻസ് ചെയ്ത് കളഞ്ഞ് നമുക്ക് റൈസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. അപ്പം നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബാച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആ സവാളയുടെയൊക്കെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി സവാള കൂടി ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ആ ഒരു പൊട്ടുന്ന സൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒനിയൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു 3/4 പോർഷൻ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. കാരണം കുറച്ച് മാറ്റി വെച്ചിരിക്കണം. ലാസ്റ്റ് നമുക്ക് ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാനാണ്. അപ്പോൾ ഒരു 3/4 നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് തന്നെ എടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഗ്രേവിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ട കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട കൂടി ചേർത്തതിന് ശേഷം നമ്മളൊരു 3-4 മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കാരണം ആ മുട്ടയിൽ നമ്മളുടെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നാലേ നമുക്ക് ആ ഒരു ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 3-4 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒന്നുകിൽ നമുക്ക് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്ലാതെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം നമ്മൾ ഇതേ കടായിൽ തന്നെയാണ് റൈസ് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഇതിൽ തന്നെ ബേസായിട്ട് വെച്ചിരിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് കയറി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് അതും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ എഗ് മസാല ഉണ്ടല്ലോ, ആ ഒരു ഗ്രേവിയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഹാഫ് പോർഷൻ അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഒനിയൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൈ ചെയ്ത, അതുകൂടി നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് റൈസിൻ്റെ ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതേ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ആ കടായി വെച്ച് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ആവി കയറി ആ മസാലയും റൈസും കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദാ നമ്മളുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, കാരണം നമ്മളിതിൻ്റെ ഇടയ്ക്ക് മുട്ട വെച്ചിട്ടുണ്ട്. അത് പൊടിഞ്ഞു പോകാതെ വേണം നമ്മൾ സെർവ് ചെയ്യാൻ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി ആയതുകൊണ്ടാണ് അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.